നമ്മൾ സാധാരണക്കാർക്ക് ഒരിക്കൽ പോലും പ്രവേശനമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. വെറുമൊരു സുരക്ഷാ പ്രശ്നം മാത്രമല്ല, ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രഹസ്യങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടുന്നത്. ഇതിൽ ആദ്യത്തേത് അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിലുള്ളതാണ്. ഇവിടെയാണ് ലോക പ്രശസ്തമായ ഏരിയ 51 സ്ഥിതി ചെയ്യുന്നത്. അന്യഗ്രഹ ജീവികളെയും UFOകളെയും കുറിച്ചുള്ള കഥകളാൽ ഇവിടം പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രത്യേക തരം യുദ്ധവിമാനങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കുന്ന കേന്ദ്രമാണിത്. ആയുധധാരികളായ സൈനികരും ഡ്രോണുകളും സാറ്റലൈറ്റുകളും 24 മണിക്കൂറും ഇവിടെ കാവലുണ്ട്. അനുമതിയില്ലാതെ ഇവിടേക്ക് നോക്കാൻ പോലും ആർക്കും സാധിക്കില്ല. അടുത്തത് ചൈനയിലെ ഷാങ്ഹായ് സ്മാർട്ട് ഗ്രിഡ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ ഈ വൈദ്യുതി വിതരണ ശൃംഖല നിയന്ത്രിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബിഗ് ഡാറ്റയുമാണ്. ലക്ഷക്കണക്കിന് CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ഈ പ്രദേശം. ഈ സിസ്റ്റത്തിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിനാലാണ് ഇവിടെ സുരക്ഷ ഇത്ര കടുപ്പമാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ തന്നെ മറ്റൊരു സുപ്രധാന കേന്ദ്രമാണ് ഷൈൻ മൗണ്ടെയിൻ കോംപ്ലക്സ്. ഒരു ആണവ ആക്രമണത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിൽ ഭൂമിക്കടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 25 ടൺ ഭാരമുള്ള കൂറ്റൻ വാതിലുകളാണ് ഇതിനുള്ളത്. പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചാലും ഈ കേന്ദ്രത്തിന് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഇനി വത്തിക്കാൻ സിറ്റിയിലെ സീക്രട്ട് ആർക്കൈവ്സ് ആണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരമായ രേഖകളും ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഫയലുകളും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. ഓരോ നീക്കവും കൺട്രോൾ റൂമിൽ നിന്ന് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഉത്തര കൊറിയയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഇടയിലുള്ള അതിർത്തി മേഖലയാണ് കൊറിയൻ സൈനികരഹിത മേഖല അഥവാ DMZ. ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഇടങ്ങളിലൊന്നാണിത്. ഇരുവശത്തും വൻതോതിൽ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ഇവിടെ 24 മണിക്കൂറും കനത്ത നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും ഗൂഗിളിന്റെ സേവനം വഴിയാണ്. ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഇടമാണ് ഗൂഗിളിന്റെ ദി ഡാലസ് ഡാറ്റാ സെന്റർ. ബയോമെട്രിക് ലോക്കുകൾ, മോഷൻ സെൻസറുകൾ, അത്യാധുനിക ക്യാമറകൾ എന്നിവ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. വളരെ കുറച്ച് ജീവനക്കാർക്ക് മാത്രമേ ഇതിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. നോർവേയിലെ അതിശൈത്യമുള്ള മഞ്ഞുമലകൾക്കിടയിലുള്ള സ്വാൽബാർഡ് സീഡ് ബോർഡ് ഇതൊരു വിത്ത് ബാങ്കാണ്. പ്രകൃതി ദുരന്തങ്ങളോ യുദ്ധങ്ങളോ മൂലം ലോകത്തെ കൃഷി നശിച്ചു പോയാൽ ഭാവിയിൽ അവ പുനഃസ്ഥാപിക്കാനുള്ള വിത്തുകൾ ഇവിടെ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഇൻഷുറൻസ് പോളിസി എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.